ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 15 ദിവസമായി നമ്മളൊരു ഷോർട്സ് വീഡിയോ തന്നെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യൂസ്ഡ് കാർ എങ്ങനെ നോക്കിയെടുക്കാമെന്നാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഈ യൂസ്ഡ് കാർ എടുക്കാതിരിക്കുന്ന നിങ്ങൾക്ക് സ്വന്തമായിട്ട് നോക്കണം, അല്ലെങ്കിൽ മെക്കാനിക് കൊണ്ട് പോയാലും നിങ്ങൾ കൂടെ നിങ്ങളുടെ രീതിയിൽ നോക്കണം എന്നുള്ളവർക്ക് ഈ വീഡിയോ തുടർന്ന് കാണാം. ഓക്കെ. അപ്പോൾ നമ്മുടെ യൂസ്ഡ് കാർ മാർക്കറ്റിലെ ഭീമന്മാരായ 1-2 കമ്പനികളുണ്ട്. അവരെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അവരൊക്കെ ഇൻസ്പെക്ഷൻ ചെയ്ത് അവർ വണ്ടി എടുക്കുന്ന രീതിയിലാണ് നമ്മൾ യൂസ്ഡ് കാർ ഇൻസ്പെക്ഷൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ. നമുക്കെന്തായാലും പെയിൻറ്റ് തിക്നെസ് മീറ്റർ എന്നൊരു സാധനമുണ്ട്. അത് 2 സാധനം നമ്മൾ വണ്ടിക്ക് തന്നെ ഉണ്ട്. പെയിൻറ്റ് തിക്നെസ് മീറ്റർ, അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്കാനർ, അതുപോലെ ടയറിൻ്റെ ഡെപ്ത് അളക്കുന്ന ഒരു ഡിജിറ്റൽ ഗേജും ഉണ്ട്. നമ്മുടെ ഈ പ്ലാസ്റ്റിക് ഭാഗമൊന്നും ഡിറ്റക്ട് ചെയ്യത്തില്ല. മെറ്റൽ ഭാഗം അത് തന്നെ റീപ്ലേസ്മെൻ്റ് ഉണ്ടോ, അതുപോലെ തന്നെ എന്താണ് ഫ്ലഡഡ് ആണോ, അതെ റസ്റ്റ് ഉണ്ടോ മേജർ പാർട്സിൽ എവിടെ, പിന്നെ അത് തന്നെ വയറിങ് കിട്ടുന്നതിന് ഡാമേജ് ഉണ്ടോ, ടാമ്പേഡ് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓഡോമീറ്റർ ടാമ്പർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമുക്കെന്തായാലും തുടർന്ന് സംസാരിക്കാം. നമ്മുടെ യൂസ്ഡ് കാർ മാർക്കറ്റിലെ അവരുടെ രീതി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ബോഡിയാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ബോഡി എങ്ങനെ ചെക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ പെയിൻറ്റ് തിക്നെസ് മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സാധനം കാലിബ്രേഷൻ ചെയ്യണം. ഡെയിലി കാലിബ്രേഷൻ ചെയ്ത് നോക്കണം ഇതിൻ്റെ വാല്യൂസ് എല്ലാം കറക്റ്റ് ആണെന്ന്. നമ്മൾ UMലിട്ടാണ്, മൈക്രോ മില്യൺസിലിട്ടാണ് നമ്മളിത് ചെക്ക് ചെയ്യാറ്. അതാണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നമ്മൾ ബോഡിയിൽ മെറ്റൽ പാർട്സിലെല്ലാം ഇനി നമുക്ക് വെച്ച് നോക്കാവുന്നതാണ്. 9 വാട്ടിൻ്റെ ഒരു സ്ക്വയർ ബാറ്ററി ഇല്ല, ആ ബാറ്ററിയാണ് നമുക്ക് ഇതിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ആഴ്ചയിലൊക്കെ ആ ബാറ്ററി കിട്ടും, ഒരു 50 രൂപ 40 രൂപ റേഞ്ചിലൊക്കെ നമ്മുടെ കയ്യിൽ ആ ബാറ്ററി അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ ഉപയോഗിക്കുന്നത് സ്കാനറും, അതുപോലെ തന്നെ ഒരു ടയറിൻ്റെ ഡെപ്ത് നോക്കുന്ന ഒരു മെഷലിൻ്റെ ബ്രാൻഡിൽ വരുന്ന ഒരു ഡിജിറ്റൽ ഗേജുമാണ്. നമുക്ക് ഇപ്പം ഇരിക്കുന്ന kg/cm²-ലാണ്. അത് നമുക്ക് മാറ്റി MMലാക്കിയ ശേഷം ഈ സാധനം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അകത്തുനിന്ന് ഈ സാധനമാണ് നമുക്ക് ഡെപ്ത് സ്കെയിലായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു ഫുൾ ത്രെഡുള്ള ഒരു ന്യൂ ടയറിന് ഏകദേശം 7.2 mm മുതൽ 7.6 mm വരെയൊക്കെ കാണും. ഏകദേശം 50% ഉള്ളതിന് ഏകദേശം 3.5 വരെയൊക്കെ mm ഒക്കെ വരെ നമുക്ക് ടയറിൻ്റെ ഡെപ്ത് കാണും. ഓക്കെ. അപ്പോൾ ഒരു യൂസ്ഡ് കാർ ഡീലർ പറയുകയാണ് 50% ഉണ്ട്, 100% ഉണ്ടെന്നൊക്കെ പറയുന്നത്. അതൊരു കണ്ടു പറയുന്നത് ഏകദേശം കറക്റ്റൊന്നും ആയിരിക്കത്തില്ല. ഏകദേശമൊക്കെ ഒക്കെ ആയിരിക്കും. എന്നാൽ കറക്റ്റ് വാല്യൂ വരണമെങ്കിൽ നമുക്ക് ഈ ഡെപ്ത് ഗേജ് ചെയ്യാൻ നോക്കേണ്ടി വരും. നമുക്കിനി ബോഡിയുടെ ഫുള്ള് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോണറ്റ്, ഫെൻഡർ, ക്വാർട്ടർ പാനൽ, ഡോറ് റീപ്ലേസ്മെൻറ്റ്, ബോണറ്റ്, ബാക്കിലെ ബൂട്ടൊക്കെ റീപ്ലേസ്മെൻറ്റ് ഉണ്ടോ, ബൂട്ട് ഡോറൊക്കെ റീപ്ലേസ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ബോഡി ഷെല്ലാണ്. ബോഡി ഷെല്ല് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ എഞ്ചിൻ റൂമിൽ വരുന്ന ഭാഗമാണ്. ഫ്രണ്ട് ആണ് കൂടുതൽ വണ്ടികൾ ഇടിക്കുന്നത്. എന്തെങ്കിലും ഇടിച്ചിട്ടുണ്ടോ, ബെൻഡ് എന്തെങ്കിലും നൂത്തിട്ടുണ്ടോ, അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ, ഈ ഭാഗത്തോടെ റെസ്റ്റ് ഉണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ബോണറ്റ് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. ഇപ്പോൾ ബോണറ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റാർട്ട് ടവർ, അതുപോലെ തന്നെ നമ്മുടെ ക്രോസ് നമ്പർ, സൈഡ് നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ ചേസിസ് എക്സ്റ്റൻഷൻ എല്ലാം ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ചേസിസ് എക്സ്റ്റൻഷനിൽ എവിടെയെങ്കിലും ബെൻഡോ, അതുപോലെ തന്നെ എവിടെയെങ്കിലും അടിഭാഗത്ത് എവിടെയെങ്കിലും റെസ്റ്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ ക്യാമറ വെച്ചോ, നമ്മുടെ എപ്പോഴും നമ്മുടെ ഇപ്പോൾ നമ്മളെ ആ സാധനമില്ല, എൻഡോസ്കോപ്പിക് ക്യാമറ മസ്റ്റാണ് ഇപ്പം ഇൻസ്പെക്ഷനിൽ. ഫ്ലഡ് ആണോ, അതുപോലെ തന്നെ നമ്മുടെ കണ്ണെത്താത്ത ഭാഗത്തൊക്കെ നമുക്ക് ക്യാമറ കൊണ്ടുപോയി നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ. ഇത് നമ്മുടെ കമ്പനി പേസ്റ്റിംഗ് ആണ്, നല്ല ഹാർഡായിരിക്കും. അതുപോലെ നമ്മൾ ആരെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഫാക്ടറി പേസ്റ്റിംഗ് അല്ലാതെ ഏതെങ്കിലും ലോക്കൽ വർക്ക്ഷോപ്പിലോ കമ്പനിയിലോ ഇട്ടതാണെങ്കിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് ഇങ്ങനെ ഇളകി പോരും. സാധാരണ ഏതെങ്കിലും ബോണ്ട് നമ്മൾ വെച്ച് അതിൻ്റെ ഒരു രൂപത്തിൽ ചെയ്തിരിക്കുന്നതായിരിക്കും. ഓക്കെ. പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഫാക്ടറി പഞ്ചിങ് പോയിട്ടുണ്ടോ, രണ്ടാമത് പഞ്ച് ചെയ്യുന്നത് എന്തായാലും നമുക്ക് അറിയാൻ പറ്റും. ഫാക്ടറി പഞ്ചിങ് പോലെ തന്നെ വില കുറഞ്ഞ 3 ലക്ഷം രൂപയൊക്കെ മെഷീൻ വെച്ച് നമുക്ക് ഷോറൂമിൽ പഞ്ച് ചെയ്യാറുണ്ട്. അതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫാക്ടറി പഞ്ചിങ് ഒരു പ്രത്യേക രീതി തന്നെയാണ്. പല വാഹനത്തിനും ഈ പഞ്ചിങ്ങിൻ്റെ ഷേപ്പ് റൗണ്ട്, ഓവൽ, സ്ക്വയർ അങ്ങനെ രീതിയിൽ പല മാറ്റങ്ങളും ഉണ്ട്. പല ബ്രാൻഡും പല രീതിയിലാണ് ഈ ഷേപ്പ് വെച്ചേക്കുന്നത്. ഓക്കെ. നമ്മൾ പിന്നെ എൻജിൻ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ഒരു ടെസ്റ്റ് ഡ്രൈവിന് ശേഷം ഒരു നല്ലൊന്ന് ഹീറ്റായി വണ്ടി ആ ഹീറ്റിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഡിപ്സ്റ്റിക് കൂരി നമുക്ക് ഡീകംപ്രഷൻ ചെക്ക് ചെയ്യാവുന്നതാണ്. ചെറുതായിട്ട് റൈസ് ചെയ്യാതെ ചെറുതായിട്ട് ഓയിൽ വരുന്നതെന്നും നോർമൽ കേസാണ്, കുഴപ്പമൊന്നുമില്ല.
നല്ല രീതിയിൽ റൈസ് ആക്കുന്ന തന്നെ ഓയിൽ തള്ളുക, അതുപോലെ തന്നെ റൈസ് ആക്കും നല്ല രീതിയിൽ ഇങ്ങനെ ആ നീരാവി വരിക, ആ രീതിയൊക്കെ ആണെങ്കിൽ എൻജിൻ പണിയാറായിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ എൻജിൻ റൂമിലേക്ക് ഡീറ്റെയിൽ ഇൻസ്പെക്ഷൻ ശേഷം നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ബാക്ക് ബൂട്ട് സ്പേസ് ആണ്. ബൂട്ട് സ്പേസ് നമ്മൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമുക്ക് ആദ്യം നോക്കേണ്ടത് ഈ ബീഡിങ്ങിൻ്റെ ചെറിയ പീസ് ഫുള്ളായിട്ട് ഇളക്കരുത്. നിങ്ങളുടെ വണ്ടിയല്ല, കസ്റ്റമർ ചിലപ്പം പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറുതായിട്ട് ജസ്റ്റ് ഇതൊന്ന് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഫാക്ടറി പഞ്ചിങ്ങൊക്കെ അതുപോലെ ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് ചില വണ്ടികളിലൊക്കെ ഇവിടെ നമുക്ക് ഈ പ്ലാസ്റ്റിക് വാഷിന് പകരം തുണിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് നീക്കി ഇതിൻ്റെ അവിടെ എന്തെങ്കിലും വർക്ക് എടുത്തിട്ടുണ്ടെന്ന് നോക്കുക. ഇവിടെ നമുക്ക് ഈ പീസുകളൊക്കെ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവിടെ ഷോപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ അതിലൂടെ നമുക്ക് ക്യാമറ ഇറക്കിയോ അല്ലാതെ നമുക്ക് കണ്ണ് വെച്ച് നോക്കിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗം നമ്മൾ ഇത് പൊക്കുക, അത് തന്നെ സ്റ്റെപ്പിന് റിമൂവ് ചെയ്യുക. ഇതിപ്പോൾ നീറ്റാണ്, പുതിയ വണ്ടിയാണ്. ഇതിനകത്ത് കൂടുതലും വെള്ളം നിന്ന് റെസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ഈ സ്റ്റെപ്പിന് മസ്റ്റായിട്ട് ഇളക്കി തന്നെ നോക്കണം. ഓക്കെ, പിന്നെ റൂഫ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. റൂഫിൽ എന്തെങ്കിലും മൈനർ ഡെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയുന്ന കേസാണ്. ഓക്കെ, അതുപോലെ റൂഫിൽ പെയിൻറ്റ് ഡാമേജ് ഉണ്ടോ, അതുപോലെ തന്നെ റൂഫ് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ, റൂഫ് റീസുണ്ടോ, അതുപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്ന എ പില്ലർ, ബി പില്ലർ, സി പില്ലർ, എസ് യു ഒക്കെ ആണെങ്കിൽ ഈ പില്ലറൂടെ വരും. അങ്ങനത്തെ വണ്ടിയൊക്കെ ആണെങ്കിൽ അങ്ങനെയും ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഗ്ലാസിൻ്റെ സീരിയൽ നമ്പർ വെച്ച് ഫ്രണ്ട് ഗ്ലാസ്, റിയർ ഗ്ലാസ്, സൈഡ് ഗ്ലാസ്, ക്വാർട്ടർ ഗ്ലാസ് ഉൾപ്പെടെ എല്ലാം റീപ്ലേസ്മെൻറ്റ് ഉണ്ടോ എന്നും കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, പിന്നെ അണ്ടർ ബോഡി നമുക്ക് ഒരു അവസരം ഇട്ടാണെങ്കിൽ ഏതെങ്കിലും അലൈൻമെൻറ്റ് ബേ കിട്ടിയാലും മതി. അണ്ടർ ബോഡിയിൽ ഓയിലിലേക്ക് നമ്മൾ ഒരു പരിധി വരെ അണ്ടർ ബോഡിയിൽ ഓയിലിലേക്കൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കിലോമീറ്റർ മറിച്ചിട്ട് നമുക്ക് അറിയാൻ കഴിയും. ഏകദേശം 1,00,000 കിലോമീറ്റർ കഴിയുമ്പോൾ കൂടുതലും വണ്ടികൾ മെയിൻ്റെനൻസ് ഓയിലിലേക്കൊക്കെ വരാറ്. അപ്പോൾ നമ്മൾ ഓയിലിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് കിലോമീറ്റർ കറക്റ്റ് ആണോ, അതുപോലെ തന്നെ സിംറ്റംസ് ഉണ്ട്, ടയറിൻ്റെ ഇയറൊക്കെ നോക്കാൻ കഴിയും. അങ്ങനെയൊക്കെ നമുക്ക് മീറ്റർ ടാമ്പയോടും ചെക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ ഫ്ലഡഡ് ഏരിയ 1-2 ഏരിയകളുണ്ട്, ഡാഷിൻ്റെ അകത്ത് 1-2 ഏരിയകളുണ്ട്, ബോഡിയിൽ 1-2 പോർഷൻസ് ഉണ്ട്. ഇവിടെയൊക്കെ വരുന്ന മാറ്റങ്ങൾ വെച്ച് നമുക്ക് ഫ്ലഡ് വേണ്ടിയാണെന്ന് ചെക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിനെപ്പോലെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ഇൻസ്പെക്ഷൻ ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആവുന്ന റേറ്റിൽ നമുക്ക് ചെയ്തു തരാൻ കഴിയും. ട്രിവാൻഡ്രം, കൊല്ലമാണ് ഇപ്പോൾ നമ്മളെ സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ സെലക്റ്റഡ് കേസിൽ നമുക്ക് കോഴിക്കോട് സർവീസ് ചെയ്യാൻ വേണ്ടി ആളിനെ അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. ഓക്കെ, യൂസ്ഡ് കാർ ഇൻസ്പെക്ഷൻ മേഖലയിൽ ഏകദേശം 1000-ഓളം കാറുകൾ ഇൻസ്പെക്ഷൻ ചെയ്ത ഇവാലുവേറ്റേഴ്സാണ് കോഴിക്കോട് ഉള്ളത്. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫിനെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മളെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ DM ചെയ്താൽ മതി. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ.